നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ IBPS PO നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. പക്ഷെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്രാവശ്യം കുറെ വ്യത്യാസങ്ങളുമായി നമ്മുടെ IBPS PO നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പുതിയ കുറെ കാര്യങ്ങൾ കണ്ടപ്പോൾ കുറെ ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടായിരിക്കും അല്ലെ. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ആൻഡ് കൺസേൺസും തീർക്കുന്നതിനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ന് തൊട്ട് എന്ന് വരെ നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നോക്കാം. നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. CBT എക്സാം ആയിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 മുതൽ അതേപോലെ ജൂലൈ 21 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഫീയും പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് IBPS POയുടെ പ്രിലിംസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17, 23, 24 ആണ്. അതേപോലെ മെയിൻസ് എക്സാം വരിക ഒക്ടോബർ 12-നാണ്. അപ്പൊ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്ന ഡേറ്റ് ശ്രദ്ധിച്ചോളുക. ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെ. IBPS PO നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇതൊരു പാൻ ഇന്ത്യ വേക്കൻസി വരുന്ന ജോബാണ്. നമ്മൾ ക്ലർക്ക് ആണെങ്കിലാണ് നമുക്ക് സ്റ്റേറ്റ് വൈസ് വേക്കൻസി വരിക. ഇത് ഓൾ ഇന്ത്യക്കാണ് നമുക്ക് ടോട്ടൽ വേക്കൻസി വന്നേക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നമുക്കറിയാം 11ഓളം പബ്ലിക് സെക്ടർ ബാങ്ക് ആണല്ലോ. നമ്മുടെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ 11ഓളം സെൻട്രൽ ബാങ്കുകളിലേക്കാണ് നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് റിപ്പോർട്ടഡ് ആണ്. അവരുടെ വേക്കൻസീസ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടെ വരുമ്പോൾ എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയെക്കാട്ടിലും കൂടുതൽ തന്നെയായിരിക്കും നമ്മളുടെ വേക്കൻസി. അപ്പൊ ശരിക്കും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് മിസ്സാക്കരുതെന്ന് മാത്രമാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. 5208 എന്ന് പറയുന്ന വേക്കൻസി കൂടിയേ ഉള്ളൂ. ഉറപ്പായിട്ടും കൂടിയേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമുക്ക് സൈലം ബാങ്കിങ് ടീമിന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊരു ജോലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യമാണല്ലേ സാലറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ IBPS POന്റെ സാലറി വരുന്നത് 48,480 രൂപയാണ്. അതെ, ഇത് ബേസിക് പേ ആണ്. ഈ 48,480 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ഒരു 75 to 80+ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഇൻഹാൻസ് സാലറി കിട്ടും. ഇത് കൂടാതെ തന്നെ മിസ് ഒരുപാട് അലവൻസസ് ഉണ്ട്. HRA, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, അങ്ങനെ കുറെ അധികം അലവൻസസ് ഉണ്ട്. സോ നിങ്ങളെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് നമുക്ക് ഈ ഒരു സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സാലറി ആൻഡ് കരിയർ ഗ്രോത്ത്. അതായത് ഈ സാലറി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അലവൻസസിൽ നമ്മുടെ ലിവിംഗ് എക്സ്പെൻസിന് പേ ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ സിറ്റീസിലും ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ടോട്ടൽ സാലറി. അതുകൊണ്ടാണ് നമ്മൾ ഒരു 75 to 80+ നമ്മൾ പറയാനായിട്ടുള്ള കാരണം. അപ്പൊ നമ്മൾ ഈ IBPS POയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണം? ശരിക്കും നമ്മൾ ആദ്യം പറയും നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് ഏജിന്റെ കാര്യമാണ്. അടുത്ത ഏജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 2795-നും 17-2005-ന്റെയും ഇടയിലായിരിക്കണം നമ്മുടെ ഏജ് വരുന്നത്. അതായത് മിനിമം 20 ഇയേഴ്സും മാക്സിമം 30 ഇയേഴ്സും. ഇത് ജനറൽ കാറ്റഗറിന്റേതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ട് അല്ലേ? ഉണ്ട്. അത് മാത്രമല്ല മിസ് ഇപ്പൊ ആ പറഞ്ഞ ഡേറ്റ് ഇൻക്ലൂഡഡ് അല്ലേ? യെസ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ മിസ് നേരത്തെ പറഞ്ഞ ആ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ഇൻ ബിറ്റ്വീൻ 20 to 30 ഇയേഴ്സ് ആ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷം, SC ST ആണ് എന്നുണ്ടെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പൊ OBC കാറ്റഗറിയിൽ തന്നെ നമുക്ക് ക്രീമി ലെയറും നോൺ ക്രീമി ലെയറും പറയാൻ പറ്റും. അപ്പൊ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അൺറിസർവ്ഡ് കാറ്റഗറി ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അവർക്ക് ഒരിക്കലും OBC കാറ്റഗറിയിലുള്ള റിസർവേഷൻ കിട്ടില്ല. OBC നോൺ ക്രീമി ലെയറിലുള്ളവർക്ക് മാത്രമാണ് OBC റിസർവേഷൻ കിട്ടുക. സോ നിങ്ങൾ ക്രീമി ലെയർ ആണോ നോൺ ക്രീമി ലെയർ ആണോ എന്നുള്ളത് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പ് വരുത്തിയിരിക്കണം. അത് കൂടാതെ നമുക്ക് ഇന്റർവ്യൂവിന്റെ ടൈമിലേക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഹാജരാക്കേണ്ടി വരും. ആ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ചോളുക. 1/4/2025 ശേഷം എടുത്തിട്ടുള്ളതായിരിക്കണം. അത് കൂടാതെ നമ്മുടെ ഇന്റർവ്യൂ വരെ വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. ശരിക്കും ആ സർട്ടിഫിക്കറ്റിന് 1 year വാലിഡിറ്റി ആണല്ലേ നമ്മൾ ഇപ്പോ എടുത്ത? അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ ടെൻഷേറ്റീവ് ഡേറ്റ് പറയുന്നത് എന്തായാലും ജനുവരി ആയിരിക്കും. നമ്മുടെ ഒരു ഇന്റർവ്യൂവിന്റെ ടൈം ഡിസംബർ ജനുവരി ആ ഒരു ടൈം ആയിരിക്കും. സോ ഇപ്പം ഈ ഒരു 1/4/2025 ശേഷം എടുത്തിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഏപ്രിൽ വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. സോ അതെല്ലാവരും ശ്രദ്ധിച്ചോളുക. പിന്നെ ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്, ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്?
ശ്രദ്ധിക്കേണ്ടത് IBPS POയുടെ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് എല്ലാത്തിന്റെയും എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും അത് EWS ആയിക്കോട്ടെ നോൺ ക്രീമി ലെയർ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതിയാകും. അടുത്ത് നമുക്ക് ഇതേപോലെ ഡൗട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എക്കണോമിക്കലി വീക്കർ സെഷനെ അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലി ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതായത് 8 ലക്ഷത്തിൽ കുറവായിരിക്കണം നമ്മുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൃഷിഭൂമി എന്ന് പറയുന്ന 5 ഏക്കറിൽ കൂടാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 3-4 ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ EWS കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാറ്റഗറി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ പ്രിലിംസും മെയിൻസും ഒക്കെ കിട്ടി ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവര് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ നമ്മൾ ഏത് കാറ്റഗറി ആണോ കൊടുത്തത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത് ഇപ്പോഴേ എടുത്തു വെക്കണം അല്ലെ. അപ്പൊ EWS കാറ്റഗറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണല്ലേ ഹാജരാക്കേണ്ടത്. സോ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറച്ച് ലോജിക്കലി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വർഷത്തെ സർട്ടിഫിക്കറ്റ്, അതായത് ഈ വർഷമാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അതായത് 2025-26 വർഷമാണ് നമ്മൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. പക്ഷെ ആ ഇൻകം ആൻഡ് അസറ്റ് എപ്പോഴത്തെ ആയിരിക്കണം, കഴിഞ്ഞ വർഷത്തെ ആയിരിക്കണം. അതായത് 2024-25 വർഷത്തെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഹാജരാക്കേണ്ടത്. പക്ഷെ അത് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ 2025-26, അതായത് ഇപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റിസർവേഷൻ കാറ്റഗറിയുടെ അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ മസ്റ്റ് ആയിട്ടും ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അല്ലെ. അതെ, ഉറപ്പായിട്ടും. കാരണം നമ്മൾ ആദ്യം ഒരു കാറ്റഗറി കൊടുത്തിട്ട് പിന്നെ കാറ്റഗറി ചേഞ്ച് ഒന്നും ഒരിക്കലും IBPS പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി ആണോ കൊടുക്കുന്നത് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു വെക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ, അതായത് നമ്മൾ ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഇത് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസരം ഉറപ്പായിട്ടും നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവസാനത്തെ സ്റ്റെപ്പാണ് അത്, നമ്മുടെ ഒരു ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ച് ഈ സർട്ടിഫിക്കറ്റുകൾ എടുത്തു വെക്കുക. നോൺ ക്രിമിലെയർ ആണെങ്കിലും EWS ആണെങ്കിലും പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യം അല്ലെ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എനി ഡിഗ്രി ആണ് നമ്മുടെ ബാങ്ക് എക്സാമിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതെ, BA ആണെങ്കിലും BTech ആണെങ്കിലും BSc ആണെങ്കിലും BDS ആണെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷൻ മതി. അത് നിങ്ങൾ എന്തായിരിക്കണം, പാസ് ആയിരിക്കണം. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് 21/7/2025 മുന്നേ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പൊ ചിലപ്പോൾ ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഇപ്പൊ മേ ബി എക്സാം എഴുതിയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല, ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 21/7/2025 മുന്നേ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ആക്കണ്ട, പക്ഷെ നമുക്ക് പെർസെന്റേജ് കൊടുക്കേണ്ടി വരും, റിസൾട്ട് ഡിക്ലെയർ ആയിട്ടുള്ള ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റിസൾട്ട് വന്ന ഡേറ്റ് ഏതാണോ അത് നിങ്ങൾ കൊടുത്താൽ മതിയാകും. നെക്സ്റ്റ് ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിന്റെ കാര്യം അല്ലേ. അപ്പൊ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡീസന്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതായത് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുക്കുക, ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഇതൊക്കെ നമ്മൾ ടൈംലി പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നല്ലൊരു ഡീസന്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സിബിൽ സ്കോർ. നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡീസന്റ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, നിങ്ങൾ ലോൺ എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഇത് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഓക്കെ. അതുപോലെ തന്നെ മിസ് ഇപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തില്ലെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ടൈമിലേക്ക് നിങ്ങൾ അതൊന്ന് ഓക്കെ ആക്കിയാൽ മതി. ഇനി എന്തെങ്കിലും തിരിച്ചടവൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലയോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നിങ്ങൾ അതൊന്ന് നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈമിൽ അടയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ അത് ഓക്കെ ആക്കാം. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ടൈം ആകുമ്പോഴത്തേക്കിന് നിങ്ങൾ ഒരു ഡീസന്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എന്തുണ്ടാവില്ല, ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കില്ല. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നോട്ടിഫിക്കേഷനിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ എക്സാം പാറ്റേണിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ എക്സാം പാറ്റേണിലും ചേഞ്ച് വന്നു, അതേപോലെ തന്നെ മെയിൻസിന്റെ എക്സാം പാറ്റേണിലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് നോക്കുമ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രിലിംസിൽ നോക്കുമ്പോൾ ക്വാണ്ടിനും റീസണിങ്ങിനും ഒരേ വെയിറ്റേജ് ആയിരുന്നു. പക്ഷേ ഈ കൊല്ലം നമ്മളുടെ റീസണിങ്ങിന് ഇച്ചിരി വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. 35 ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ 40 മാർക്കാണ്. ടൈം പഴയതുപോലെ തന്നെ 20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് ബാങ്ക് എക്സാമിന്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കാര്യം വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35 ആണെങ്കിലും മാർക്ക് 30 ആക്കി. അവിടുത്തെ 5 മാർക്കാണ് റീസണിങ്ങിന് എക്സ്ട്രാ വന്നേക്കുന്നത്. ഇംഗ്ലീഷിന് യാതൊരു ചേഞ്ചും ഇല്ല. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും സെക്ഷണൽ ടൈമിംഗും ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷണൽ കട്ട് ഓഫും ഓവറോൾ കട്ട് ഓഫും
ഓഫ് ഉണ്ടായിരിക്കും, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മൾ മെയിൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മെയിൻസിലും കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മൾ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യനും 60 മാർക്കുമാണ് റീസണിങ് മെയിൻസ് എക്സാമിന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ DIക്ക് ആണെങ്കിലും 35 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനാണെങ്കിൽ 35 ക്വസ്റ്റ്യൻ 40 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് ശരിക്കും കറണ്ട് അഫയേഴ്സിനാണ് അല്ലെ. അതായത് കറണ്ട് അഫയേഴ്സിന് സാധാരണ ജനറൽ അവയർനെസ് എന്ന് മാത്രം പറഞ്ഞ് അവിടെ വെക്കാറാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ലായിരുന്നു എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ അറിയണം എന്നുള്ളത്. ശരിക്കും ഈ ഒരു മാറ്റം നല്ലതിനാണെന്ന് അറിയാം അല്ലേ. നമ്മൾ ഏതൊരു ഏരിയ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ജനറൽ എക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് RBI സർക്കുലേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളപ്പോൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ജനറൽ ന്യൂസ്, നമ്മൾ സാധാരണ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഫിനാൻഷ്യൽ അവയർനെസ് ആൻഡ് RBI റിലേറ്റഡ് ന്യൂസുകൾക്ക് നമ്മൾ കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ആൻഡ് RBI സർക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതായത് ഓരോ മാസവും വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ന്യൂസുകൾക്കായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ IBPS PO എക്സാമിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പിക്കുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ ബാച്ചുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം തന്നെ നമ്മൾ ഓരോ മന്തും സ്പ്ലിറ്റ് ചെയ്ത് RBI സർക്കുലേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം. മാർക്ക് കൂടുതലും. ശരിക്കും 35 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, പക്ഷെ 50 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് വേണം, ഓരോ മാസത്തെയും ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, മെയിൻസ് എക്സാമിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ആണ് ചെയ്യുക, നമ്മൾ എഴുതുമൊന്നും അല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ടൈപ്പ് ചെയ്യണം. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, എസ്സേ ആൻഡ് കോംപ്രിഹെൻഷൻ. സോ നമുക്ക് 25 മാർക്കാണ്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതും നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആസ്പിറൻസ് ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ശ്രദ്ധിക്കാതെ പോകും, എങ്ങനെ എഴുതണം എന്നൊന്നും പ്രിപ്പയർ ചെയ്യാതെ പോകും. അപ്പൊ അത് നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് നമ്മൾ എന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടതെന്നും കൂടി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ റിലേറ്റഡ് ആണ് അല്ലേ മിസ്? യെസ്, ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ആൻഡ് ടെക്നോളജി, കറന്റ് ഇവന്റ്സ് ആൻഡ് എത്തിക്സ്. ഇതാണ് മേജർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ്. ശരിക്കും പറയുകയാണെങ്കിൽ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് സ്ട്രെസ് ചെയ്തിട്ടുണ്ടല്ലേ. കാരണം ഇവിടെ ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് എക്കണോമി എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രെൻഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പോലും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവര് ഡെയിലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പോലും ഇത് സ്ട്രെസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രിപ്റ്റീവിന്റെ പാർട്ട് അങ്ങ് ക്ലിയർ ആയി പോകും. അതിനായിട്ട് ഇവർ സെപ്പറേറ്റ് ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മുടെ IBPS PO ടെസ്റ്റിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെ. നമ്മൾ ഇതിനു മുന്നേ SBI POയിൽ സൈക്കോമെട്രി കണ്ടിട്ടുണ്ട്, ടെസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശരിക്കും ഒരു അതേപോലെ തന്നെയാണ് ഇവര് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂവിന് മുന്നേ ആയിരിക്കും നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ശരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് മുന്നേ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് റിപ്പോർട്ട് ഉറപ്പായിട്ടും ഇന്റർവ്യൂ പാനലിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്. അപ്പൊ ശരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നമ്മളെ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെയാണോ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിരിക്കണം പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എങ്ങനെയാണോ അവർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതെ, ഇപ്പം സൈക്കോമെട്രിക് ടെസ്റ്റ് SBIയുടെ കേസ് പറയുകയാണെങ്കിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താണ് ആൻസർ ചെയ്യുക. ഇപ്പൊ ഇവിടെയും ഓൾമോസ്റ്റ് അത് തന്നെ ആയിരിക്കും. പക്ഷെ അതെന്തായാലും എക്സാമിന് മുന്നേ നമുക്ക് ഒരു ഹാൻഡ് ഔട്ട് തരും. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഉറപ്പായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ബാങ്ക് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും. ഒരു ഉത്തരം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നമുക്ക് 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക, അറിയാത്ത ഉത്തരം വാരി വലിച്ച് കുത്താണ്ടിരിക്കുക. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ മാർക്ക് കളയാതിരിക്കാൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടോ, ഓവറോൾ കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല,
പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. അതായത് ഓരോ സബ്ജക്റ്റും നമ്മൾ പറഞ്ഞില്ല, ക്വാണ്ട് പറഞ്ഞു, റീസണിങ് പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, കറണ്ട് അഫയേഴ്സ് പറഞ്ഞു, ഇതിന് ഓരോന്നിനും മിനിമം ഇത്ര മാർക്കും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഓവറോൾ കട്ട് ഓഫും നിങ്ങൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർവ്യൂവിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഒരു സബ്ജക്ട് പഠിക്കുക, അടുത്ത സബ്ജക്ട് പഠിക്കാണ്ടിരിക്കുക, അത് നടക്കില്ല. നമ്മൾ എല്ലാ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം സെക്ഷണൽ കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് 4 സബ്ജക്റ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും സിലബസ് കുറവ് ഏത് എക്സാമിനാണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് എക്സാമിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 സബ്ജക്റ്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഈവൻ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്, എന്നാൽ അതിന് പോലും കൃത്യമായി സിലബസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായമാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. മെയിൻസ് എക്സാമിന് ശേഷം ഇന്റർവ്യൂ പ്രോസസ്സിൽ കൂടി ഗോ ത്രൂ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് അറിയുന്ന കാര്യമാണ്. അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി ടെസ്റ്റ് മാൻഡേറ്ററി ആണ് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്ത് എല്ലാവരും ആ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ പോയിരിക്കണം. അപ്പൊ നമ്മുടെ മെയിൻസ് എക്സാമിന്റെയും നമ്മുടെ ഇന്റർവ്യൂവിന്റെയും മാർക്ക് ആയിരിക്കും നമ്മുടെ ഫൈനൽ സെലക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, അതായത് മെയിൻസിലേക്കുള്ള ഒരു കടമ്പ മാത്രമാണ്. ഫൈനൽ സെലക്ഷൻ മിസ് പറഞ്ഞതുപോലെ തന്നെ മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂ മാത്രമായിരിക്കും എടുക്കുക. അപ്പൊ ഇന്റർവ്യൂവിനും നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഇത്ര പെർസെന്റേജ് മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്കുള്ള കാര്യമാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് അല്ലേ. ഇപ്പൊ നമ്മൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 175 രൂപയാണ്. ബാക്കി എല്ലാവർക്കും അതേപോലെ തന്നെ PWBD യെസ്, അവർക്ക് 175 രൂപയാണ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 850 റുപ്പീസ് ആണ് നമ്മുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കാര്യങ്ങളല്ലേ. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, അത് ഒരു ഹൗ ടു അപ്ലൈ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടായിരിക്കും. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള ഡൗട്ട്സ് പറയാം. നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അത് ഷോർട്സുകളായിട്ടും ഹൗ ടു അപ്ലൈ വീഡിയോയിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ IBPS PO എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ജനുവരി ആണെന്ന് നമ്മൾ മനസ്സിലായി അല്ലെ. അപ്പൊ അടുത്ത വർഷം ആദ്യത്തോടു കൂടി നമുക്ക് IBPS PO എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലി നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഈ ഒരു IBPS PO ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, ഈ ഒരു എക്സാം മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ഈ 4 സബ്ജക്ട് പഠിച്ച് ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. ഇപ്പൊ IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നു, തൊട്ടു മുന്നേ SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമുക്ക് RRB വരാനുണ്ട്, അതേപോലെ തന്നെ RBI അസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കൂടാതെ നിരവധി ഇൻഷുറൻസ് എക്സാമുകളും വരാനുണ്ട്. ഒറ്റ സിലബസും ഒരു വർഷം 20-ലധികം പരീക്ഷകളുമാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഇതിനെല്ലാം നിങ്ങൾ ഒറ്റ സിലബസ് പഠിച്ചാൽ മതി. അപ്പൊ എങ്ങനെ പഠിക്കും എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരോട് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് ഉണ്ടല്ലേ മിസ്? യെസ്, നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി ഇപ്പൊ ജൂലൈ 9 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ റെഗുലർ ബാച്ചും ഉടനെ തന്നെ ജൂലൈ 23 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. 9-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ ഓൺലൈൻ ബാച്ച് ആണെങ്കിലും 23-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിലും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എടുക്കുന്നത്. അതായത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കൂടിയും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു കരിയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈലം ബാങ്കിങ്ങിന്റെ കൂടെ ചേർന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ കമന്റ് ചെയ്യുക. ഇനി ഒറ്റ കാര്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Wish you all the best.